വെൽക്കം ബാക്ക് ടു ബിസ്ക്കറ്റ്. ഞാൻ കാഷ്നാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. ഇത് ഹെൽത്തിയാണ്, കാരണം ഇത് ഗോതമ്പാണ്. ഇത് ചോക്ലേറ്റ് ഗോതമ്പ് മിനി പാൻകേക്കാണ്. ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന സാധനമാണിത്. നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയത് കാണേണ്ടത്. നമുക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും നമ്മുടെ ഗോതമ്പ് പൊടി വീറ്റ് ഫ്ലോറും കൂടെ ഒന്ന് അരിച്ചെടുക്കണം. ആദ്യം നമുക്ക് അത് ചെയ്തെടുക്കാം. ഇത് അരിക്കാൻ വേണ്ടി ഞാൻ ഒരു അരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമുക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ സോഡാപ്പൊടി, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ. പിന്നെ വേണ്ടത് നമ്മൾ ചോക്ലേറ്റ് പാൻകേക്ക് ആയതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് പൗഡർ ചോക്കോ പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇത് നന്നായിട്ട് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു മിക്സി എടുത്തിട്ട് നമുക്ക് ഈ കൂട്ട് അതിലോട്ട് മാറ്റാം. നമ്മൾ മിക്സ് ചെയ്ത ഗോതമ്പൊടിയുടെ കൂട്ടെല്ലാം നമ്മൾ മിക്സിയിലാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു 2 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു 2 കപ്പ് പാലാണ്. ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് ഷുഗർ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. ഇനി നമുക്ക് ഒരു റോബസ്റ്റ പഴമാണ്. ഇത് ഞാൻ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഈ മിക്സ് ഇതിനകത്ത് കടന്ന് ഇത് അരഞ്ഞോളും. പിന്നെ നമുക്ക് വേണ്ടത് ഞാനൊരു 1/4 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയും ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നത് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, സിനമൺ, ക്ലോവ്, കാഡമം, ഇത് 3ഉം കൂടെ പൊടിച്ചതാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് ഇത് ചേർക്കുമ്പോഴത്തേക്കിന്. ഏകദേശം ഒരു അര ടീസ്പൂൺ ഉണ്ടായിരുന്നു. ഇനി നമുക്കിതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. നമ്മളപ്പോൾ ഇതേണ്ട പാൻകേക്കിൻ്റെ കൂട്ടെല്ലാം നല്ല അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് ഇത് ചെറിയ പാൻകേക്ക്സ് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് കുറച്ച് ബട്ടർ ഇട്ടൊന്ന് തുടച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ബട്ടർ. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോ പാൻകേക്ക് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ കുഞ്ഞ് പാൻകേക്ക് ആയതുകൊണ്ട് ഇതുപോലൊരു ചെറിയ സ്പൂണിലാണ് എടുക്കുന്നത്. നമുക്കങ്ങനെ ഓരോന്ന് ചുട്ടെടുക്കാം. ഈ പഴവും ചോക്ലേറ്റും കൂടെ ചേരുമ്പോൾ വേറൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പം നല്ല ബബിൾസൊക്കെ വരുന്നുണ്ട്, കണ്ടില്ലേ? നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൻകേക്സ് എല്ലാം ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പാൻകേക്കാണ്. നല്ല ടേസ്റ്റുമാണ്. ഇങ്ങനെ ചെറുതായിട്ടുണ്ടാക്കുമ്പോൾ കുഞ്ഞുങ്ങളും ഒക്കെ ഇത് കഴിച്ചോളും. നമുക്ക് ബാക്കിയും കൂടെ ഇതുപോലെ ചുട്ടെടുക്കാം. ഇതുപോലെ നല്ല ഹോൾസൊക്കെ വരുന്നുണ്ട്, കണ്ടില്ല? ഇതേപോലെ നമ്മളങ്ങ് ചെയ്തേച്ചാൽ മതി. നമ്മുടെ ചോക്ലേറ്റ് പാൻകേക്ക് എല്ലാം നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട്, കണ്ടില്ലേ? നമുക്കിനി ഇത് നല്ല ഹണി ഒഴിച്ചിട്ട് കഴിക്കാം. നമ്മളിതിങ്ങനെ ഹണി ഒഴിച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അല്ലെങ്കിൽ മാപ്പിൾ സിറപ്പോ
ചോക്ലേറ്റ് സിറപ്പോ എന്ത് വേണമെങ്കിലും ഒഴിച്ച് നമുക്ക് കഴിക്കാം. ഞാനിപ്പോൾ ഇന്ന് ഹണിയാണ് എടുക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു അടുത്ത ഈസി റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.